ടോൺസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയിലായിട്ട് ഉണ്ടാകുന്ന ചില ലിംഫ് ഫോളിക്കിൾസ് എന്ന് പറയും. ലിംഫ് ടിഷ്യൂ ആണത്. അതിൻ്റെ ഫങ്ഷൻ എന്നാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി നൽകുന്ന ഒരവയവമാണ് ടോൺസിൽ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് വാ തുറന്ന് തൊണ്ടയിൽ നോക്കിക്കഴിഞ്ഞാൽ തൊണ്ടയുടെ രണ്ട് വശങ്ങളിലായിട്ട് ഒരു ബൾജസ് പോലെ കാണാൻ സാധിക്കുന്ന അതാണ് ടോൺസിൽസ്. ടോൺസിലിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ സാധാരണ ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത്. നമ്മുടെ ആഹാരത്തിലുള്ള അണുക്കൾ ആ ടോൺസിലിൻ്റെ സൈഡിൽ കൂടി പോകുമ്പോൾ ആ അണുക്കൾക്കെതിരെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്ന ഫംഗ്ഷനാണ് ടോൺസിലിനുള്ളത്. അപ്പോൾ ഈ അണുക്കളുടെ ഇൻഫെക്ഷനും അവിടെ എപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ടോൺസിലിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യത്തെ സിംറ്റം ശക്തിയായ തൊണ്ടവേദനയായിരിക്കും. ഉമിനീരിങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അതുപോലും വിഴുങ്ങാനായിട്ട് വേദന. പിന്നെ ഉള്ളത് പനിയാണ്. പിന്നെ ഈ നെക്കിൽ ചില കഴലകൾ വീർത്തിട്ട് അങ്ങനെയാണ് സാധാരണ കുട്ടികൾ ടോൺസിലൈറ്റിസ് ആയിട്ട് വരുന്നത്. ടോൺസിലൈറ്റിസ് സാധാരണ രണ്ട് തരം ജീവികൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒന്ന് വൈറസുകൾ കൊണ്ടും അല്ലെങ്കിൽ ബാക്ടീരിയ കൊണ്ടും. ഈ വൈറസ് കൊണ്ട് വരുന്ന ടോൺസിലൈറ്റിസിന് സാധാരണയായിട്ട് ആൻറ്റിബയോട്ടിക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരില്ല. സാധാരണഗതിയിൽ വേദനയ്ക്കുള്ള മരുന്നുകളും പിന്നെ കുട്ടിക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനുള്ള ഫ്ലൂയിഡ്സും മറ്റും കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ അത് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ബാക്ടീരിയൽ ടോൺസിലൈറ്റിസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. മൈൽഡ് ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റ്സ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. ഈ പെനിസിലിൻ റിലേറ്റഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അതിന് കൊടുക്കുന്നത്. പക്ഷേ വളരെ കൂടുതലായ കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ IV ആൻറ്റിബയോട്ടിക്സ്, അതായത് ഇഞ്ചക്ഷൻ ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് നൽകേണ്ടി വരുന്നതാണ്. പക്ഷേ ചില കുട്ടികൾക്കല്ല, ഈവൻ അഡൽസിനായാലും ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരാൻ തുടങ്ങും. ഒരു വർഷം 5 തവണയിൽ കൂടുതൽ ടോൺസിലൈറ്റിസ് വരികയാണെങ്കിൽ നമ്മൾ ടോൺസിൽ ഓപ്പറേഷൻ ചെയ്ത് മാറ്റുകയാണ് അതിൻ്റെ ചികിത്സ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗാർഡിയനായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് ടോൺസിൽ. പക്ഷേ ഗാർഡിയൻ നമുക്കൊരു ഉപദ്രവകാരിയായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണ് ഈ റിക്കറൻറ്റ് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ടോൺസിൽ എടുത്ത് മാറ്റുന്നത് കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടോ ഭാവിയിലോ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടുന്നില്ല. ടോൺസിലൈറ്റിസ് അങ്ങനെ ഭയപ്പെടേണ്ട ഒരു രോഗമല്ല. നേരത്തെ വന്ന് ചികിത്സിക്കുകയും അതിൻ്റെ കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് കഴിക്കുകയോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മാറുന്ന ഒരു അസുഖമാണ് ടോൺസിലൈറ്റിസ്. പക്ഷേ നമ്മൾ ചികിത്സിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അവിടുന്ന് ഇൻഫെക്ഷൻ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് ടോൺസിലിന് ചുറ്റും വ്യാപിക്കാം, കഴുത്തിലേക്ക് വ്യാപിക്കാം, ചിലപ്പോൾ ന്യൂമോണിയ ആയിട്ട് മാറാം. അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ച് അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരത്തെ ചികിത്സിക്കുന്നതാണ് എപ്പോഴും ഈ വക രോഗങ്ങൾക്ക് നല്ലത്.